നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. PMAY ഭവന പദ്ധതി ഫണ്ട് വിഹിതം ഉയർത്താൻ ഇടപെടുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന PMAY ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ പുഴയോരം ബൈപ്പാസും പാലാ റോഡും ചേർന്ന ജംഗ്ഷനിലെ വിവാദമായ കെട്ടിടം പൊളിച്ചു തുടങ്ങി. PWD അധികൃതരുടെ മേൽനോട്ടത്തിലാണ് പൊളിച്ചു നീക്കൽ നടപടികൾ പുരോഗമിക്കുന്നത്. തൊടുപുഴ BMS ജംഗ്ഷനിലെ പഴയ വാണിജ്യ കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കവേ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സ്ഥലം സന്ദർശിച്ചു. ഇടുക്കി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF MLA-മാർക്ക് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിൽ 1.5 മാസം നീളുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം. ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. PMAY ഭവന പദ്ധതി ഫണ്ട് വിഹിതം ഉയർത്താൻ ഇടപെടുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമത്തിന്റെ ഉദ്ഘാടനവും പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന PMAY ഭവന പദ്ധതിയുടെ കേന്ദ്ര സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും പാർലമെന്റിൽ ഈ ആവശ്യം ഉന്നയിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് MP അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി രാജ്യമൊട്ടുക്കുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ്. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഞാൻ 3 മാസം കൂടുമ്പോൾ ഇതിൻ്റെ അവലോകന യോഗം നടത്തുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നമ്മുടെ ജില്ലയിലെ നിർമ്മാണ പുരോഗതി വളരെ ആശാവഹമാണ്. ഇത് സംബന്ധിച്ച് വലിയ പെൻഡിംഗ് ഒന്നും ഒരിടത്തും തന്നെ ഇല്ല. ലഭ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ സംയുക്തമായി ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ത്രിതല പഞ്ചായത്ത് എന്നുള്ള ആ ഒരു നിലയിൽ തന്നെ എല്ലാവരുടെയും കൂട്ടായ ഒരു സംരംഭമായിട്ടാണ് PMAY പദ്ധതി ഉള്ളത്. ഇതിൽ 72,000 രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നത്, 48,000 രൂപ സംസ്ഥാന ഗവൺമെൻറ്റാണ് നൽകുന്നത്. ബാക്കി വരുന്ന 1,12,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് 98,000 രൂപയും ഗ്രാമപഞ്ചായത്ത് 70,000 രൂപ, ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി 4 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിലാണ് ഒരു വീട് പണി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ പദ്ധതി നടപ്പിലാകുമ്പോൾ നമ്മുടെ ജില്ലയിൽ ആശാവഹമായ ഒരു പുരോഗതി ഇക്കാര്യത്തിലുണ്ട്. വലിയ പെൻഡിംഗ് ഒന്നും ഒരിടത്തുമില്ല. ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിലും അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളും ഒക്കെ തന്നെ ലഭ്യമാകുന്ന ഫണ്ട് വിഹിതമൊക്കെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്ത് നല്ല വിധത്തിൽ തന്നെ PMAY പദ്ധതി ആശാവഹമായി നമ്മുടെ ജില്ലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവരുടെയും ഡിമാൻഡ് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നല്ല ഒരു വീട് വെക്കാനുള്ള ഒരു പൈസയൊന്നുമല്ല ഈ 4 ലക്ഷം രൂപ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിന് ശേഷം ലൈഫ് ഭവന പദ്ധതിയാണെങ്കിലും കുറച്ചുകൂടി, കാരണം തൊഴിലാളി വേതനം വളരെയധികം വർദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വളരെയധികം വർദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 10 വർഷം മുമ്പുള്ള ഒരു സ്ഥിതിയൊന്നുമല്ല ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. കാലഘട്ടം ആകെ മാറിയിട്ടുണ്ട്. 4 ലക്ഷം രൂപയ്ക്ക് ഒരു നല്ല ഭവനം പണിയുക എന്ന് പറയുന്നത് അസാധ്യമാണ് കേരളത്തിൽ എല്ലായിടത്തും എന്നുള്ളത് ഒരു സത്യമായ വസ്തുതയാണ്. ഗവൺമെൻറ് തലത്തിലൊക്കെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വീതം വർദ്ധിപ്പിക്കാൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് വീതം വർദ്ധിപ്പിക്കാനൊക്കെ ത്രിതല പഞ്ചായത്തിന് കുറച്ചുകൂടി ഫണ്ട് അനുവദിക്കാനും ഒക്കെ തന്നെ, ചുരുക്കി പറഞ്ഞാൽ ഒരു 6 ലക്ഷം രൂപയെങ്കിലും മിനിമം നമുക്ക് വേണ്ടതായി വരുന്ന ഒരു സ്ഥിതിയുണ്ട് നല്ലൊരു വീട് പണിയാൻ. അതാണ് ഇന്നത്തെ ഒരു ചുറ്റുപാട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് PMAY പദ്ധതികൾക്ക് ഒരു നല്ല ആസൂത്രണം ഉണ്ടാകണമെന്നുള്ളൊരാവശ്യം കാലങ്ങളായി നമ്മൾ ഉന്നയിക്കുന്നതാണ്. പദ്ധതിയുടെ കേന്ദ്ര വിഹിതമായ 72,000 രൂപ ഭവന നിർമ്മാണത്തിന് തികച്ചും അപര്യാപ്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമത്തിന്റെ ഉദ്ഘാടനവും പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും നിർവഹിച്ച ചടങ്ങിലാണ് MP ഇക്കാര്യം അറിയിച്ചത്. തൊടുപുഴ ബ്ലോക്ക് പരിധിയിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലായി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 158 വീടുകളുടെ ഉടമകൾ ഒത്തുചേർന്ന യോഗത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 61 വീടുകളുടെ താക്കോൽദാനവും ആദ്യഗഡു ധനസഹായം കൈപ്പറ്റി നിർമ്മാണം ആരംഭിച്ച 83 പേരുടെ നിർമ്മാണ പുരോഗതിയുടെ അവലോകനവുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അൻഷാദ് അധ്യക്ഷനായി. യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ടിസി ജോബ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KK തോമസ്, ഷൈനി ഷാജി, ജോസൂട്ടി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോബി മാത്യു, മുഹമ്മദ് അമീർ, വത്സ ജോൺ, ടെസി സതീഷ്, ബബിത രവി, ഷൈനി ജോമൻ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ സിയാദ് TE പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് ഹൗസിംഗ് ഓഫീസർ സജീവ് AN, എക്സ്റ്റൻഷൻ ഓഫീസർ ജിൻസി തോമസ് എന്നിവർ ഗുണഭോക്താക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ വിശദീകരിക്കുകയും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അമീന സണ്ണി, മേരി ജോൺ, ചിഞ്ചു റോജിൻ, ജോസിൽ സെബാസ്റ്റ്യൻ, ബേബിച്ചൻ K ജോസഫ്, ഹരിദാസ് ഗോപാലൻ, റോസിലി ബിനോയ്, പ്രമോദ് ബാബു, ജോയിന്റ് BDO സാബു സെൽവനോസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ പുഴയോരം ബൈപ്പാസും പാലാ റോഡും ചേരുന്ന ജംഗ്ഷനിലെ വിവാദമായ കെട്ടിടം പൊളിച്ചു തുടങ്ങി. PWD അധികൃതരുടെ മേൽനോട്ടത്തിലാണ് പൊളിച്ചു നീക്കൽ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം കെട്ടിടം പൊളിച്ചു നീക്കുന്ന ദിവസം വരെ തുടരും. 70കളുടെയും 80കളുടെയും തലമുറയ്ക്ക് അനേകം ഓർമ്മകൾ സമ്മാനിച്ച തൊടുപുഴ BMH ജംഗ്ഷനിലെ പഴയ വാണിജ്യ കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടി ആരംഭിച്ചു. ഒരു കാലത്ത് ബോംബിറ്റ്, വാടാത്ത് ഡെന്റൽ, നെൽക്കോസ് റേഡിയോ, റെൻഡെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, ലേസി ബോയ് സ്റ്റുഡിയോ തുടങ്ങി നഗരത്തിന്റെ സാംസ്കാരികവും വ്യാപാരപരവുമായ ചരിത്രത്തിൽ ഇടം നേടിയ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു. അതിനാൽ തൊടുപുഴക്കാരുടെ മനസ്സിൽ ഈ കെട്ടിടത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. PWD അധികൃതരുടെ നേതൃത്വത്തിലാണ് പൊളിച്ചുനീക്കൽ നടപടി പുരോഗമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണം കെട്ടിടം പൊളിച്ചു മാറ്റുന്നതുവരെ തുടരും. നല്ല വേദമുള്ളൂ, മാറി നടക്കാം. ഗാന്ധി സ്ക്വയറിൽ നിന്നും പാലാ ഭാഗത്തേക്കുള്ള ചെറിയ വാഹനങ്ങൾ മാർക്കറ്റ് റോഡ് വഴി തിരിച്ചുവിടും. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും പ്രൈവറ്റ് സ്റ്റാൻഡ്, പാലാ എന്നീ ഭാഗങ്ങളിലേക്കുള്ള വലിയ വാഹനങ്ങൾ ഗാന്ധി സ്ക്വയർ, KSRTC ജംഗ്ഷൻ, കോതായിക്കുന്ന് ബൈപ്പാസ് വഴി തിരിച്ചുവിടും. മൂവാറ്റുപുഴ, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മണക്കാട് ജംഗ്ഷനിൽ നിന്നും തൊടുപുഴ രാമമംഗലം റോഡ് വഴി വെങ്ങന്നൂർ കോലാനി ബൈപ്പാസ് കയറി വെങ്ങന്നൂർ സിഗ്നൽ വഴി തിരിച്ചുവിടും. BMH ആശുപത്രിയിൽ നിന്നും തൊടുപുഴ മൂവാറ്റുപുഴ റോഡിലേക്കുള്ള ഭാഗം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുകയും അത്യാഹിത വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്നതിനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. ഫിഷ് മാർക്കറ്റ് റോഡിൽ നിന്നും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള വഴിയും പൂർണ്ണമായും അടച്ചിടും. കോലാനി ഭാഗത്തു നിന്നും വരുന്ന KSRTC ബസ്സുകൾ പാലാ റോഡിലെ തിയേറ്റർ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് കോതായിക്കുന്ന് ബൈപ്പാസ് വഴി KSRTC സ്റ്റാൻഡിലെത്തണം. കെട്ടിടം പൊളിച്ചു നീക്കുന്നതോടെ കാലത്തിന്റെ മാറ്റത്തിനൊപ്പം ഒരു പഴയ അധ്യായം കൂടി ചരിത്രത്തിന്റെ ഭാഗമാകുമ്പോൾ തൊടുപുഴയുടെ നിരവധി ഓർമ്മകൾക്ക് സാക്ഷിയായ ഈ കെട്ടിടം ഇനി ഓർമ്മകളിൽ മാത്രം അവശേഷിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ BMH ജംഗ്ഷനിലെ പഴയ വാണിജ്യ കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കവേ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സ്ഥലം സന്ദർശിച്ചു. കെട്ടിടം പൊളിച്ചു നീക്കുന്നതോടെ പുഴയോരം ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണെന്നും തൊടുപുഴയുടെ മുഖച്ഛായ തന്നെ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഏറെ നാളുകളായി നമുക്കറിയാം ഈ റിവർ വ്യൂ റോഡിൻ്റെ ഈ ബെൽമൗത്ത് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ഈ ഒരു കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ നമ്മളുടെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ഉടനെ തന്നെ ഇത് ശ്രീ പി ജെ ജോസഫ് ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തൊട്ട് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനത്തിലാണ്. പക്ഷേ അത് വിവിധ കാരണങ്ങളാൽ മുന്നോട്ട് നീക്കുവാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ മാറി വന്ന ഒരു ഭരണകൂടം വന്ന ഒരു പശ്ചാത്തലത്തിൽ കളക്ടറുമായിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ കണ്ടാണ് ധാരാളം ഈ ഒത്തിരി ജനകീയ സമരങ്ങളല്ലെങ്കിലും പ്രതിഷേധങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു. ഒത്തിരി വ്യക്തികളും ഒക്കെ ബ്ലോഗർമാരൊക്കെ ഇതിനെക്കുറിച്ച് വലിയ പരാതികൾ ഉന്നയിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇപ്പം പൊതുജനങ്ങളും അവർ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും ഒരു സിനർജിയോടുകൂടി പ്രവർത്തിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കെട്ടിടം ഇന്നിവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് പൊതുജനങ്ങളുടെ ആ ഒരു വികാരം മനസ്സിലാക്കി ജനപ്രതിനിധി എന്ന രീതിയിൽ ഇവിടെയുള്ള ഞങ്ങളെല്ലാവരും കളക്ടറുമായി ബന്ധപ്പെടുകയും സർക്കാർ സംവിധാനം അവസരോചിതമായി അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൻ്റെ ഒരു സീരിയസ്നെസ് പ്രാധാന്യം മനസ്സിലാക്കി അവർ സമയോചിതമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇതിവിടെ സാധ്യമായിരിക്കുന്നത്. ഇനി ഈ ഒരു വഴിയുടെ മുന്നോട്ടുള്ള വികസനത്തിന് ഇനി നമ്മുടെ തടസ്സം നിന്ന ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ അവിടെ നിന്ന് മാറിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF MLA-മാർക്ക് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ 3ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2026 വാർഷികാഘോഷങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ നിന്നും വിജയിച്ച UDF MLA-മാർക്ക് സ്വീകരണവും ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഐതിഹാസികമായ ഒരു ചരിത്ര മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് കഴിയുമ്പോൾ അതില് ഏറ്റവും ശക്തമായ നിലയിൽ പ്രവർത്തന രംഗത്ത് ബൂത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ, പഞ്ചായത്ത് തലങ്ങളിൽ, അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലും മഹിളാ കോൺഗ്രസിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കപ്പെടുമ്പോഴാണ് ഈ വിജയത്തിന്റെ സമ്പൂർണത യാഥാർത്ഥ്യമാകുന്നത് എന്ന നിലയിൽ തന്നെ ആ തിരിച്ചറിവിന്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ വിധത്തിലുള്ള ഒരു വിജയോത്സവം ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ സമ്പൂർണമായ വിജയത്തിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ ക്രെഡിറ്റ് അവകാശപ്പെടാനുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതിൽ മഹിളാ കോൺഗ്രസിന്റെ പങ്ക് നിസ്തുലമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ഒരു സംഘടന എന്നുള്ള നിലയിൽ സംഘടനാപരമായി ശക്തിയാർജിക്കുകയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ ഒരു വിജയത്തിലേക്ക് നമ്മളെ അനയിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊടുപുഴ MLA-യും ചീഫ് വിപ്പുമായ അബു ജോൺ ജോസഫ്, ഇടുക്കി MLA റോയ് കെ പോലോസ്, പീരുമേട് MLA സിറിയക് തോമസ്, ഉടുമ്പൻചോല MLA സേനാപതി വേണു, ദേവികുളം MLA F രാജ എന്നിവർക്കാണ് ചടങ്ങിൽ സ്വീകരണം നൽകിയത്. സ്വീകരണത്തിന് മറുപടിയായി MLA-മാർ നന്ദി പറഞ്ഞു. ഉന്നത വിജയം നേടിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ മക്കളെയും വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മിനി പ്രിൻസ്, കുഞ്ഞുമോൾ ചാക്കോ, KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി കലാർ, നിഷ സോമൻ, മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ്, ടിൻഡു സുഭാഷ്, CP സലീം, അനിൽ ആനക്കനാട്, സാലി ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നെടുങ്കണ്ടത്തെ പമ്പുകൾ രാത്രികാലങ്ങളിൽ പ്രവർത്തിക്കാത്തത് വാഹനയാത്രികർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏതാനും നാളുകളായി ടൗണിലെ 2 പമ്പുകളും രാത്രി തുറന്ന് പ്രവർത്തിക്കുന്നില്ല.
നിലവിൽ 9 മണിയോടെ ഇരു പമ്പുകളും അടയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഒരു പമ്പെങ്കിലും 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കാൻ ഇടപെടൽ ഉണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. മുൻപ് 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന പമ്പുകളാണ് ഇപ്പോൾ രാത്രി 9 മണിയാകുന്നതോടെ അടയ്ക്കുന്നത്. രാത്രികാലങ്ങളിൽ നെടുങ്കണ്ടത്തെത്തുന്ന വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ മാർഗമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കുമളി മൂന്നാർ പാതയിൽ സഞ്ചരിക്കുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിൽ പലതും ദീർഘദൂര യാത്രയ്ക്കിടെ നെടുങ്കണ്ടത്ത് നിന്നും ഇന്ധനം നിറയ്ക്കുകയായിരുന്നു പതിവ്. നിലവിൽ പമ്പുകൾ പ്രവർത്തിക്കാതെ വന്നതോടെ ഇത്തരം വാഹനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നെടുങ്കണ്ടത്തുള്ള പെട്രോൾ പമ്പുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പല ദിവസങ്ങളിലും പമ്പുകൾ അടഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. മൂന്നാറ്റിൽ നിന്നും തേക്കടിയിലേക്കും തേക്കടിയിൽ നിന്ന് മൂന്നാറ്റിലേക്കുമുള്ള വാഹനങ്ങൾക്ക് ഇടയിൽ ഡീസൽ പെട്രോൾ എന്നിവ നിറയ്ക്കണമെങ്കിൽ നെടുങ്കണ്ടമാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പല ദിവസങ്ങളിലും പെട്രോൾ തീർന്ന വാഹനങ്ങൾ വഴിയിൽ കിടക്കുകയും ഈ പമ്പിനെ പ്രതീക്ഷിച്ച് വരുന്ന വാഹനങ്ങളൊക്കെ വഴിയിൽ കിടന്ന് തൂക്കുപാലം, മുണ്ടേരുമ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി വാങ്ങേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ 24 മണിക്കൂറും പ്രവർത്തിക്കാത്ത പമ്പുകളാണ് തൂക്കുപാലത്തൊക്കെ ഉള്ളത്. ഈ നെടുങ്കണ്ടത്തെ ഈ 2 പെട്രോൾ പമ്പുകളും 24 മണിക്കൂറും പ്രവർത്തിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥ തലത്തു നിന്ന് തന്നെ ഉണ്ടാവണം. ആളുകൾ വളരെയേറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ 9 മണിയോടെ ഇരു പമ്പുകളും അടയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഒരു പമ്പെങ്കിലും 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കാൻ ഇടപെടൽ ഉണ്ടാവണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഉടുമ്പൻചോല മേഖല കട്ടപ്പന വെസ്റ്റ് യൂണിറ്റ് അംഗം ജോർജ് വർഗീസ് അനുസ്മരണവും സാന്ത്വന ധനസഹായ വിതരണവും നടന്നു. കട്ടപ്പന YMCA ഹാളിൽ നടന്ന ചടങ്ങ് ഇടുക്കി MLA റോയ് കെ പോലീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വെൽഫെയർ ഫണ്ട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സെബാൻ ആതിര നൽകി. കട്ടപ്പന YMCA ഹാളിൽ വെച്ചാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. സാന്ത്വനം ധനസഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 വർഷം കൊണ്ട് 147 പേർക്കായി 13 കോടി രൂപയാണ് ധനസഹായം നൽകിയത്. ജില്ലാ പ്രസിഡന്റ് സെബാൻ ആതിര ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സുനിൽ കളർഗേറ്റ് യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. റോയ് കെ പോലോസ് MLA സാന്ത്വനം ധനസഹായ വിതരണം നടത്തി. ജില്ലാ വെൽഫെയർ ഫണ്ട് പ്രസിഡന്റ് സെബാൻ ആതിര, മേഖലാ പ്രസിഡന്റ് ജിലീഷ് ജോർജ്, അന്തരിച്ച ജോർജ് വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന SHG കോർഡിനേറ്റർ TG ഷാജി, സംസ്ഥാന കമ്മിറ്റി അംഗം റോബിൻ എൻവീസ്, കട്ടപ്പന വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ജാക്സൺ തോമസ്, ജില്ലാ ട്രഷറർ ജോസഫ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഹൈറേഞ്ചിൽ 1.5 മാസം നീളുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം. ഏഞ്ചൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആഘോഷങ്ങൾക്ക് മണിയാറൻകുടിയിൽ തുടക്കമായി. ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഹൈറേഞ്ചിൽ 1.5 മാസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മണിയാറൻകുടി ഏഞ്ചൽ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചെസ്, ക്യാരംസ്, പ്ലേയിങ് കാർഡ്, ക്രിക്കറ്റ്, വോളിബോൾ തുടങ്ങി വിവിധ കായിക മത്സരങ്ങൾക്കൊപ്പം ഓണപ്പാട്ട്, മാവേലി മത്സരം ഉൾപ്പെടെ നിരവധി കലാ സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കും. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ ഉൾപ്പെടെ സമ്മാനങ്ങൾ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ച് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഏറെക്കുറെ മൊബൈലോണാണ് അല്ലേ? മൊബൈലാണ് നമ്മൾ മൊബൈലിൽ എല്ലാവർക്കും ആശംസ ആയിരിക്കുന്നു. മൊബൈലിൽ അത്തപ്പൂ ഇടുന്നു. ഏറ്റവും ഭംഗിയുള്ള അത്തപ്പൂവിന് മൊബൈൽ വഴി തന്നെ സമ്മാനം കിട്ടുന്നു. അങ്ങനെ എല്ലാം നമ്മൾ ഓൺലൈനായി കഴിഞ്ഞു. അപ്പോൾ ഓൺലൈനായിട്ടുള്ള കൂട്ടായ്മകളായി. അപ്പോൾ നേരിട്ട് കാണുന്നില്ല. അപ്പം നമ്മൾ പറയും, സമയം പറയില്ലേ, എത്ര മണിക്ക് എല്ലാവരും ഓൺലൈനായിട്ട് വരണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരുന്നുകൊണ്ടാണ്, വെർച്വൽ മീറ്റിംഗ് ആണ്, നേരിട്ട് കാണുന്നില്ല. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന സൗഹൃദം, ആ കൂട്ടായ്മകൾ, അതിൻ്റെ ഒരു ഊഷ്മളത, അതൊക്കെ നമുക്ക് കൈവശപ്പെടുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ആധുനിക, ഞാൻ പല സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുട്ടികൾ പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ജെൻസി കുട്ടികളാണ്, ഞങ്ങളൊക്കെ വളരെ ന്യൂ ജനറേഷനാണ് എന്ന് പറയുന്നത്. അപ്പം ന്യൂ ജനറേഷൻ നമ്മളെക്കാൾ വളരെ മികച്ച ബുദ്ധിയുള്ള കുട്ടികളാണ്. പക്ഷെ ഈ പറഞ്ഞ തമ്മിൽ കാണലും കൂടിച്ചേരലും അതിൻ്റെ ഒരു, നമുക്കറിയാം പണ്ട് വീടുകളൊക്കെ തമ്മിൽ നല്ല സഹകരണമായിരുന്നു. മൊബൈൽ ഫോണുകളിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ആളുകളെ ഒരുമിപ്പിച്ച് പരമ്പരാഗത ഓണാഘോഷങ്ങൾക്ക് വേദിയൊരുക്കുന്ന ഏഞ്ചൽ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനം ഏറെ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് ജോർജ് വൈപ്പൻ അധ്യക്ഷനായി. ആഘോഷ കമ്മിറ്റി രക്ഷാധികാരികളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുമായ സിജി ചാക്കോ, സിബി മത്തായി, രവി എസ്, സജി തോമസ്, ജിജോ ടി ഐസക്, ബിനോയ് VR, ആൽബിൻ ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോറോ ഹെൽത്തിന്റെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നും
വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം PP ജോയ് അഭിപ്രായപ്പെട്ടു. വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ VR ബിനാമോൾ എംപ്ലോയീസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ ചെയർമാൻ PK ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. അമേരിക്കൻ മെഡിക്കൽ കമ്പനിയായ കോറോ ഹെൽത്തിന്റെ പാലാരിവട്ടം, കോഴിക്കോട് ഓഫീസുകളിലെ 1000-ഓളം ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നും അന്യായമായ കൂട്ട പിരിച്ചുവിടലിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം PP ജോയ് അഭിപ്രായപ്പെട്ടു. വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ VR ബിനാമോൾ എംപ്ലോയീസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒത്തിരി പോരായ്മകളുണ്ടായിരുന്നു, നല്ലൊരു ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നവർ ഈ കേരളത്തിലെ സമസ്ത മേഖലകളെയും ഗുണകരമല്ലാത്ത തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ സൂചനകളാണ് 2-3 മാസക്കാലമായി ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന നാളുകൾ അടങ്ങിയിരിക്കാൻ കഴിയാത്ത നാളുകളായി. ഒരു തർക്കവുമില്ല, കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ ഈ അടുത്ത ദിവസം കേരളത്തില് AITUCയും CITUവും ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങളും കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന പ്രസ്ഥാനങ്ങളും സമസ്ത ആളുകളെയും സംഘടിപ്പിച്ചുള്ള ഉജ്ജ്വലമായ ഒരു സമര പോരാട്ടത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു. വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ ചെയർമാൻ PK ജബ്ബാർ അധ്യക്ഷനായി. വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ സെക്രട്ടറി R ബിജുമോൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ സംസ്ഥാന ട്രഷറർ AV ഉണ്ണികൃഷ്ണൻ, കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് ഫെഡറേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബിജു PN, കേരള ഇലക്ട്രിസിറ്റി ബോർഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹനൻ വാഴൂർ, AIBEA ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണ ഹരി, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം AK സുഭാഷ്, ജില്ലാ കമ്മിറ്റി അംഗം NS ഇബ്രാഹിം തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി PK ജബ്ബാർ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാരായി മോഹനൻ വാഴൂർ, എബിൻ ജോസ്, ജില്ലാ സെക്രട്ടറിയായി R ബിജുമോൻ, ജോയിന്റ് സെക്രട്ടറിമാരായി MK മനുപ്രസാദ്, AB കൃഷ്ണഹരി എന്നിവരെയും ജില്ലാ ഖജാൻജിയായി ഡോക്ടർ PN ബിജുവിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എബിൻ ജോസ് സ്വാഗതവും ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ സെക്രട്ടറി മുഹമ്മദ് നിസാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി ഇടവകയിൽ രൂപീകരിച്ച അനുഗ്രഹ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുഗ്രഹ അച്ചാർ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപനവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ ആന്റണി പുലിമലയിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി ഇടവകയിൽ രൂപീകരിച്ച അനുഗ്രഹ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുഗ്രഹ അച്ചാർ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വയം സഹായ സംഘങ്ങൾ വഴി ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച് സ്ത്രീ ശാക്തീകരണത്തിലൂടെ കുടുംബങ്ങളെ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് കൊണ്ടുവരികയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അച്ചാർ കമ്പനി നമുക്കറിയാം ചെറിയൊരു വസ്തുവാണ്, പക്ഷേ നമുക്കറിയാം ഒരു നേരത്തെ ഭക്ഷണത്തിന് പലപ്പോഴും പലരും പറഞ്ഞിട്ടില്ല ഞാൻ അച്ചാർ കൂട്ടിയ ഭക്ഷണം കഴിച്ചതെന്നൊക്കെ അല്ലേ. അതായത് അത്രമാത്രം ടേസ്റ്റ് അതായത് നമുക്ക് വായിക്ക് നൽകുന്ന ഒരു വസ്തുവാണ് അച്ചാർ എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്ക് അതാണ് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹം കിട്ടുന്ന കാര്യമാണെന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചു. അത് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുക. നമുക്കറിയാം ഈ ഒരു ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം നല്ലൊരു കൂട്ടായ്മ അത് രൂപപ്പെട്ടു വരുമ്പോഴാണ് അത് വലിയ വലിയ അനുഗ്രഹങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് മാറണേ കേട്ടോ. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക. വികാരി ഫാദർ ആന്റണി പുലിമലയിൽ അധ്യക്ഷത വഹിച്ചു. സ്വയം സഹായ സംഘത്തിന് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന 2 തരത്തില് നല്ലതാണ്. ഒന്ന് സഹായം ചെയ്യുന്ന തലത്തില് ചേക്കപ്പട്ടം പറഞ്ഞതുപോലെ സഹായം ചുമ്മാ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കൊക്കെ ഒരു ആത്മാഭിമാനത്തിന് കുറവുണ്ടാവും. എന്നാൽ ഇങ്ങനെ ഒരു സ്വയം സഹായ സംഘത്തിന്റെ ഭാഗമായിട്ട് മാറി സഹായം നൽകുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സെൽഫ് എസ്റ്റീം, സ്വയം മതിപ്പ് വർദ്ധിപ്പിക്കാനും നമുക്ക് നമ്മോട് തന്നെ ഒരു വളരെ ബഹുമാനം തോന്നാൻ പാകത്തിന് മറ്റുള്ളവർക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനം തോന്നാൻ പാകത്തിന് നന്നായിട്ട് ചെയ്യാനാകും. പിന്നെ സ്വയം സഹായ സംഘത്തിന് എപ്പോഴും പ്രസക്തിയുണ്ട്. ആ പ്രസക്തമായ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കപ്പെടട്ടെ. ഇനിയും ഇത് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിൽ, ആനിമേറ്റർ ജിൻസി സിജു, ജേക്കബ് തോമസ്, ജോസി സാജു, മേഴ്സി ജോസ്, ഡോളി ബിൻസ് എന്നിവർ പ്രസംഗിച്ചു.
ന്യൂസ് ബ്യൂറോ, കോതമംഗലം. KSTBയുടെ കരാർ വാഹനം ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. പനങ്കര പിണക്കാട്ട് മാത്യു തോമസ് ആണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 7:15 പനങ്കര ജംഗ്ഷന് സമീപം വെച്ചാണ് അപകടം നടന്നത്. മാത്യു തോമസ് സഞ്ചരിച്ച ബൈക്കിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ ലോറിയുടെ പിൻഭാഗം ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ലോറി അമിത വേഗതയിലായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. KSTBയുടെ കരാർ കമ്പനിയായ അക്ഷയ കൺസ്ട്രക്ഷൻസിന്റെ ലോറിയാണ് ഇത്. സംഭവത്തിൽ പോത്താനിക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഭൗതിക ശരീരം ബന്ധുക്കൾക്ക് കൈമാറും. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4-ന് ഞാറക്കാട് സെന്റ് ജോസഫ് പള്ളിയിൽ. ഭാര്യ റോസ്ലി, മക്കൾ ഫെബിൻ, ആൽബിൻ. മൈസൂരിലെ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്ന NBS ഹൈദരാബാദ് റീജിയണൽ പ്രീ സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ ടീമിലെ അംഗമായ ലേയ ഇ ലിയോ ദേശീയതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. നേര്യമംഗലം PMC ജവഹർ നവോദയ വിദ്യാലയത്തിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലേയ. ഈ മാസം 22, 23, 24 തീയതികളിൽ ജാർഖണ്ഡിൽ നടക്കുന്ന ദേശീയതല സുബ്രതോ കപ്പ് മത്സരത്തിൽ ഹൈദരാബാദ് റീജിയണൽ പ്രതിനിധീകരിച്ചാണ് ടീം പങ്കെടുക്കുന്നത്. കുമളി ഇരുമേടയിൽ ലിയോ ഇ മാത്യുവിന്റെയും അനുവിന്റെയും മകളും മംഗളം ലേഖകൻ ജോയി ഇരുമേടയുടെ കൊച്ചുമകളുമാണ് ലേയ ഇ ലിയോ. പോട്ടെ കൊണ്ടുപോയിക്കോ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് അവകാശ സമരം നടത്തി. സമരം CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി CR മുരളി ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി ഗുണഭോക്താക്കൾക്കുള്ള പോഷകാഹാരം 50% വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് അവകാശ സമരം നടത്തി. CITU ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി CR മുരളി ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് നമ്മുടെ രാജ്യത്ത് ഏറ്റവും തുച്ഛമായിട്ടുള്ള ഒരു വേതനമാണ് ഓണറേറിയം എന്ന പേര്, ശമ്പളമല്ല ഓണറേറിയം എന്ന പേര് നൽകുന്നത്. അതിന്റെ നൽകുന്നതിന്റെ 60% നൽകേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. കാരണം ഇവർ കേന്ദ്ര സർക്കാരിന്റെ വോളണ്ടിയർമാരാണ്. അത് പലപ്പോഴും കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പലതവണ ഈ നമ്മുടെ അംഗൻവാടിയിലെ സഹോദരിമാർ അവരുടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ ഈ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തന്നെ സമരം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ജില്ലാ ഓഫീസിന് മുന്നിൽ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സമരങ്ങൾ ഇതുപോലെ ചെയ്തിട്ടും നാളെ ഇതുവരെ ഇവരുടെ ഒന്നും പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാൻ ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായ അവസ്ഥ. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ സമാപിച്ച പ്രകടനത്തിൽ 100-ലേറെ പേർ പങ്കെടുത്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് N ശോഭന അധ്യക്ഷത വഹിച്ചു. CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി MC ബിജു, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനിത റെജി, ജില്ലാ ട്രഷറർ ലാലി തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുക, ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കുള്ള ടാബ്, ലാപ്ടോപ്പ്, അനുബന്ധ ഉപകരണങ്ങൾ അനുവദിക്കുക, ഇൻസെന്റീവ് കുടിശ്ശിക ലഭ്യമാക്കുക, കുറഞ്ഞ വേതനം 26,000 രൂപയാക്കുക, ഗ്രാറ്റുവിറ്റി ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. PMAY ഭവന പദ്ധതി ഫണ്ട് വിഹിതം ഉയർത്താൻ ഇടപെടുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പാക്കുന്ന PMAY ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ പുഴയോരം ബൈപ്പാസും പാലാ റോഡും ചേർന്ന ജംഗ്ഷനിലെ വിവാദമായ കെട്ടിടം പൊളിച്ചു തുടങ്ങി. PWD അധികൃതരുടെ മേൽനോട്ടത്തിലാണ് പൊളിച്ചു നീക്കൽ നടപടികൾ പുരോഗമിക്കുന്നത്. തൊടുപുഴ BMS ജംഗ്ഷനിലെ പഴയ വാണിജ്യ കെട്ടിടം പൊളിച്ചു നീക്കുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കവെ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA സ്ഥലം സന്ദർശിച്ചു.
ഇടുക്കി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF MLA-മാർക്ക് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷത വഹിച്ച ചടങ്ങ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിൽ 1.5 മാസം നീളുന്ന ഓണാഘോഷങ്ങൾക്ക് തുടക്കം. ഇടുക്കി പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.